പ്രിയ സുഹൃത്തുക്കളെ, GSTയിലെ പുതിയ നിരക്ക് മാറ്റം തിങ്കളാഴ്ച മുതൽ, അതായത് 22/9/2025 മുതൽ നിലവിൽ വരികയാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. കുറച്ചധികം വിജ്ഞാപനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കേണ്ടതുകൊണ്ട് വീഡിയോ അല്പം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. മാറ്റം വരുത്തിയ നികുതി നിരക്കുകളും അതോടനുബന്ധിച്ച വിജ്ഞാപനങ്ങളെക്കുറിച്ചുള്ള ഒരു വഴികാട്ടലുമാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നികുതി നിരക്കിൽ മാറ്റം വരുത്തിയ വിജ്ഞാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 17/9/2025 തീയതിയിലെ 9/2025 മുതൽ 17/2025 സെൻട്രൽ ടാക്സ് റേറ്റ് മുഖാന്തരമാണ് CGST ആക്ടിൽ നികുതി മാറ്റം കൊണ്ടുവന്നത്. ഇനി ഓരോ വിജ്ഞാപനവും വിശദമായിട്ട് പരിശോധിക്കാം. സെൻട്രൽ ടാക്സിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ 9/2025 സാധനങ്ങളുടെ നികുതി നിരക്കുകളെ കുറിച്ച് പറയുന്നത്. ഈ പറഞ്ഞ 9/2025 എന്ന സർക്കുലറിനെ 7 ഷെഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഷെഡ്യൂൾ 2.5%, രണ്ടാമത്തെ ഷെഡ്യൂളിൽ 9%, മൂന്നാമത്തെ ഷെഡ്യൂളിൽ 20%, നാലാമത്തെ ഷെഡ്യൂളിൽ 1.5%, അഞ്ചാമത്തെ ഷെഡ്യൂളിൽ 0.125%, ആറാമത്തെ ഷെഡ്യൂളിൽ 0.75%, ഏഴാമത്തെ ഷെഡ്യൂളിൽ 14% എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇനി നിത്യോപയോഗ സാധനങ്ങളിലെ നിരക്കുമാറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. സേവിംഗ് മെഷീനും അതിന്റെ പാർട്സും, ഫീഡിംഗ് ബോട്ടിൽ, കുട്ടികൾക്കുള്ള നാപ്കിൻസ്, ക്ലിനിക്കൽ ഡയപ്പേഴ്സ്, പാത്രങ്ങൾ, പ്രീ പാക്കേജ്ഡ് നാപ്കിൻസ്, ഭുജിയ മിക്സേഴ്സ്, ബട്ടർ, ഗീ, ചീസ്, ഡയറി സ്പ്രെഡ്സ് എന്നിവ 12% നിന്ന് 5%ലേക്കും, ഹെയർ ഓയിൽ, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, ടോയ്ലറ്റ് സോപ്പ് ബാർ, ടൂത്ത് ബ്രഷസ്, ഷേവിംഗ് ക്രീം എന്നിവ 18 നിന്നും 5ലേക്കുമാണ് നികുതി നിരക്ക് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇനി കാർഷിക മേഖലയിൽ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ ഓർ ഫോറസ്ട്രി മെഷീൻസ്, ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ആൻഡ് സ്പ്രിംഗ്ലേഴ്സ്, സ്പെസിഫൈഡ് 12 ബയോ പെസ്റ്റിസൈഡ്സ് ആൻഡ് മൈക്രോ ന്യൂട്രീഷൻസ്, ട്രാക്ടേഴ്സ് എന്നിവ 12% നിന്ന് 5%ലേക്കും, ട്രാക്ടർ ടയർ ആൻഡ് പാർട്സ് 18 നിന്നും 5ലേക്കുമാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇനി മെഡിക്കൽ മേഖലയിലാണെങ്കിൽ തെർമോമീറ്റർ 12 നിന്നും 5ലേക്കും, മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ, ഡയഗ്നോസ്റ്റിക്സ് കിറ്റ്സ് ആൻഡ് റിയേജൻസ്, ഗ്ലൂക്കോമീറ്റർ ആൻഡ് ടെസ്റ്റ് സ്ട്രിപ്സ്, കറക്റ്റീവ് സ്പെക്ടക്കിൾസ്, പിന്നെ പലവിധ മരുന്നുകളും എന്നിവ 12 നിന്നും 5ലേക്കും, ചില പ്രധാനപ്പെട്ട മരുന്നുകൾ 12 നിന്നും 0ലേക്കും, പിന്നീട് ഇൻഡിവിജ്വൽ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് 12 നിന്നും 0ലേക്കുമാണ് നികുതി മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇനി ഓട്ടോമൊബൈൽ മേഖല നോക്കുകയാണെങ്കിൽ പെട്രോൾ ഹൈബ്രിഡ്, LPG, CNG കാറുകൾ, അതായത് 1200 cc കുറവുള്ളത്, ഡീസൽ ആൻഡ് ഡീസൽ ഹൈബ്രിഡ് കാറുകൾ 1500 cc കുറവുള്ളത്, 3 വീലേഴ്സ്, മോട്ടോർ സൈക്കിൾസ് 350 cc കുറവുള്ള മോട്ടോർ സൈക്കിൾ, മോട്ടോർ വെഹിക്കിൾ ഫോർ ഓൾ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്നിവ 28 നിന്നും 18ലേക്കും നികുതി നിരക്ക് കുറച്ചിട്ടുണ്ട്. ഇനി വിദ്യാഭ്യാസ മേഖല നോക്കുകയാണെങ്കിൽ മാപ്പുകൾ, ചാർട്ടുകൾ, ഗ്ലോബുകൾ, പെൻസിൽ, ഷാർപ്പനേഴ്സ്, ക്രയോൺസ്, പെസ്റ്റൽസ്, എക്സൈസ് ബുക്ക്, നോട്ട് ബുക്ക്, ഇറേസർ എന്നിവ 0% നികുതിയിലേക്ക് കൊണ്ടുവന്നു. ഇലക്ട്രോണിക്സ് അപ്ലയൻസസിൻ്റെ കാര്യത്തിൽ എയർ കണ്ടീഷണേഴ്സ്, ടെലിവിഷൻ 32 ഇഞ്ചിന് മുകളിലുള്ളവ, മോണിറ്റേഴ്സ് ആൻഡ് പ്രൊജക്ടേഴ്സ്, ഡിഷ് വാഷിംഗ് മെഷീൻ എന്നിവ 28 നിന്നും 18ലേക്ക് കുറച്ചിട്ടുണ്ട്. ഇനി മൂന്നാം ഷെഡ്യൂളിൽ, അതായത് 20% വരുന്ന പ്രധാനപ്പെട്ട വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഷുഗർ ആഡ് ചെയ്തതോ സ്വീറ്റനിങ് മാറ്റർ അല്ലെങ്കിൽ ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ള പാനീയങ്ങൾ, നോൺ ആൽക്കോളിക് ബിവറേജസ്, ഷെഡ്യൂൾ 2 പെടാത്ത വാഹനങ്ങൾ, മോട്ടോർ സൈക്കിളുകൾ, സ്മോക്കിംഗ് പൈപ്പുകൾ, ബെറ്റിംഗ്, കാസിനോ ഗെയിമുകൾ, ഹോഴ്സ് റേസിംഗ്, ലോട്ടറി, ഓൺലൈൻ മണി ഗെയിമിംഗ്, ഇമിറ്റേഷൻ ജ്വല്ലറി എന്നിവയാണ്. പിന്നെ പ്രധാനമായും 14% വരുന്നത് പാൻ മസാല, അൺമാനുഫാക്ചർഡ് ടൊബാക്കോ റെഫ്യൂസ്, സിഗാർസ്, ചെറൂട്ട്സ്, സിഗരറ്റ്സ് അല്ലെങ്കിൽ ടൊബാക്കോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അതർ മാനുഫാക്ചർഡ് ടൊബാക്കോ ആൻഡ് മാനുഫാക്ചർഡ് ടൊബാക്കോ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്നിവയാണ്. 28 ജൂൺ 2017 ഇറക്കിയ 2/2017 സെൻട്രൽ ടാക്സ് റേറ്റ് എന്ന വിജ്ഞാപനമാണ് 10/2025 സെൻട്രൽ ടാക്സ് റേറ്റ് മുഖാന്തരം പുതുക്കിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സുകളുടെ ഡീറ്റെയിൽസ് ആണ്. നോട്ടിഫിക്കേഷൻ 13/2025 പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര നികുതി 2.5% വരുന്ന സാധനങ്ങളുടെ വിശദ വിവരങ്ങളാണ്. അതായത് ഹാൻഡ് മെയ്ഡ് ഉൽപ്പന്നങ്ങൾ, വിവിധതരം ആഭരണങ്ങൾ തുടങ്ങിയവയെ കുറിച്ചാണ് ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ നമ്പർ 14/2025 പറഞ്ഞിരിക്കുന്നത് വിവിധ തരം ബ്രിക്സുകളുടെ റേറ്റ് ഓഫ് ടാക്സ് സംബന്ധിച്ച വിവരങ്ങളാണ്. അതായത് ഫ്ലൈ ആഷ് ബ്രിക്സ് ഓഫ് ഫോസിൽ മീൽസ് ഓഫ് സിമിലിയർ ബിൽഡിംഗ് ബ്രിക്സ്, എർത്ത് ആൻഡ് ഓഫ് റൂഫിംഗ് ടൈൽസ് എന്നിവയെക്കുറിച്ചാണ്. ഈ നോട്ടിഫിക്കേഷൻ അമെൻഡ് ചെയ്തിരിക്കുന്നത് നിലവിലുള്ള 11/2017 സെൻട്രൽ ടാക്സ് റേറ്റ് എന്ന നോട്ടിഫിക്കേഷനാണ്.
അടുത്ത അധ്യായത്തിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. നോട്ടിഫിക്കേഷൻ 15/2025 പറഞ്ഞിരിക്കുന്ന വിവിധ തരം സർവീസുകളുടെ റേറ്റ് ഓഫ് ടാക്സിനെ കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും കാണും വരേക്കും വണക്കം.